ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് പുട്ടും ചിക്കൻ കറിയും ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ സവാള കുനൂനാന്ന് അരിഞ്ഞിട്ട് വെക്കാം കേട്ടോ. ഇനി വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഇട്ടിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാവേ. ഇനി ഞാൻ തക്കാളിക്കാണ് ഇതിനകത്തിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ കുറച്ചെടുത്ത് വെച്ചേക്കുന്ന ആ ഒരു തക്കാളിക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ. നന്നായിട്ട് വഴണ്ട് വരണം. ഓക്കെ, ഒരുവിധം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനിയും നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഞാൻ എടുക്കുന്ന ഇവിടെ ഗരം മസാലപ്പൊടിയാണ്. പിന്നീട് ഞാൻ പൊടിക്കാത്ത മല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. പച്ചമണം പോകുന്ന വരെയായിട്ട് നമുക്ക് മിക്സാക്കി കൊടുക്കാം. ഇത് നമുക്ക് അരയ്ക്കാനാണ്, അരപ്പിന് വേണ്ടിയിട്ടുള്ള ആയിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയിരിക്കുന്ന സവാളയും തക്കാളിക്കയും പച്ചമുളകും ഒക്കെ എടുത്ത് കുറച്ച് ഉപ്പുകൂടി ഇട്ടിട്ട് വഴറ്റി കൊടുക്കാം. ഓക്കെ, ഞാൻ മിക്സിയിൽ ആ ഒരു അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഉള്ളി ഒന്ന് വഴറ്റി വരുമ്പോൾ നമുക്ക് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ഞാൻ ചിക്കൻ ഈ ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ചിക്കൻ ആവശ്യമായിട്ടുള്ളത്. കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ. ഇനി നമുക്ക് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഒരു മസാല ചിക്കനിലേക്ക് പിടിക്കണം കേട്ടോ, നന്നായിട്ട് പിടിക്കണം. എന്നിട്ട് ഒരു ലേശം വെള്ളം ഒഴിച്ചാൽ മതി, ഒരുപാട് ഒഴിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കാം കേട്ടോ. ഇനി ചെറിയൊരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവേ. എന്നിട്ട് വേണ്ട തേങ്ങാക്കൊത്താണ്, അതോടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഈ മുളക് പൊടി ഇച്ചിരി വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഞാൻ ഈ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തിനാന്ന് വെച്ചാൽ നല്ലൊരു കളറ് നമുക്ക് കറിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചെയ്താൽ മതി, നല്ലൊരു കളറ് കിട്ടും. ഓക്കെ, എന്നിട്ട് ഞാൻ വെന്ത ഒരു ചിക്കൻ കറിയിലേക്ക് ഞാൻ ഒന്ന് മുകളിലിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മിക്സാക്കി കൊടുക്കാം. എരിവൊക്കെ ഇച്ചിരി കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുത്താൽ മതി, കാണാനും ഭംഗിയുണ്ടാവും, നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുകളിൽ. അപ്പോൾ ഞാൻ പുട്ട് ഓൾറെഡി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ചിക്കൻ കറിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു ഫ്രണ്ട്സ്.